ഞാൻ സംസാരിക്കാൻ പോകുന്നത് ഒരു ശാപത്തിനെ കുറിച്ചാണ്. നിങ്ങൾക്കറിയാം, ഈ ശാപം എന്ന് പറയുന്നത് നമ്മുടെ പുരാണങ്ങളിലും മിത്തോളജികളിലൊക്കെ വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു സംഭവമാണ്. ഇപ്പോൾ ഈ അടുത്ത വശത്ത് കാണുന്ന ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ശാപങ്ങളുടെ ഒരു പ്രത്യേകത, അത് മിക്കവാറും ഒരു ഇൻഡിവിജ്വലിനെ അല്ലെങ്കിൽ ഒരാളെ ഡയറക്റ്റ് ചെയ്തിട്ടായിരിക്കും. അതിപ്പോൾ ദൈവമായാലും ചിലപ്പോൾ ശാപം കിട്ടും. പരമശിവനൊക്കെ ഒരു ലിംഗരൂപിയായതിൻ്റെ പറയുന്ന ഒരു ശാപത്തിൻ്റെ കഥ നോക്കിയാൽ കാണാൻ പറ്റും. അതേസമയം ഈ സെമിറ്റിക് ശാപങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് ഭീകരമാണ്. ഒരു മൊത്തം മനുഷ്യകുലത്തിനെ തന്നെ ഞങ്ങൾ ശപിച്ച് കളയുകയാണ് ചെയ്യുക, ഒരാൾ ചെയ്ത ഒരു തെറ്റിന് വേണ്ടിയിട്ട്. അപ്പോൾ അതുപോലെ ഒരു ശാപത്തിനെ കുറിച്ചാണ്, ഒരു മൊത്തം ഒരു പോപ്പുലേഷനെ എഫക്റ്റ് ചെയ്യുന്നൊരു ശാപത്തിനെ കുറിച്ചാണ് ഞാനിപ്പോൾ സംസാരിക്കാൻ പോകുന്നത്. ഞാനൊരു 3 പാർട്ടായിട്ട് എന്നെ ബ്രേക്കപ്പ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രോബ്ലം. ഇപ്പോൾ എന്ത് ഒരു പ്രശ്നമാണെങ്കിലും ആദ്യം ആ പ്രോബ്ലം എന്താണെന്ന് മനസ്സിലാക്കണം, അതിൻ്റെ പൊട്ടൻഷ്യലായിട്ടുള്ള കാരണങ്ങൾ നമ്മൾ മനസ്സിലാക്കണം, പിന്നെ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതിനെ മനസ്സിലാക്കണം. അപ്പോൾ ആദ്യത്തെ ഭാഗം അധികം കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സും കണക്കുകളും ഒക്കെയാണ്. രണ്ടാമത്തേൽ കുറച്ച് ടെക്നിക്കൽ ടേംസ് ചിലപ്പോൾ കടന്നു വരാൻ ചാൻസ് ഉണ്ട്. എന്നാലും കഴിയുന്നത്ര അതൊരു ലളിതമാക്കാൻ ശ്രമിക്കാം. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സൊല്യൂഷൻസ് എന്താണെന്നുള്ളതിനെ കുറിച്ചൊന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഒരു ലിമിറ്റ് വരെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ, ബാക്കി എന്ത് വേണമെന്നുള്ളത് നമുക്ക് അത് കഴിഞ്ഞിട്ട് ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ ലോകം മൊത്തത്തിലെടുത്താൽ തന്നെ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ, പ്രത്യേകിച്ച് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ള അസുഖങ്ങൾ, സ്ട്രോക്ക് പോലെയുള്ള അസുഖങ്ങൾ, കാർഡിയോവാസ്കുലർ, അത്രോസ്ക്ലറോട്ടിക് വാസ്കുലർ ഡിസീസ് നമ്മൾ പറയുന്ന അസുഖങ്ങളാണ് നമ്പർ 1 കോസ് ഓഫ് ആൾക്കാരുടെ മരണവും ഡിസബിലിറ്റിക്കും കാരണമാകുന്നത്. ഈ ഹൈ ഇൻകം കൺട്രീസിൽ അതേസമയം അതിൻ്റെ ആ ട്രെൻഡ് ഇപ്പോൾ മാറി വരുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ പ്രിവെൻഷൻ ട്രീറ്റ്മെൻറ്റൊക്കെ വളരെ അഡ്വാൻസ്ഡ് ആയതുകൊണ്ട് ആൾക്കാർ കൂടുതൽ കാലം ജീവിച്ചിരിക്കുന്നതുകൊണ്ട് കൂടുതൽ നമ്മൾ ജീവിച്ചിരിക്കുന്നതോറും ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ക്യാൻസർ ഓവർടേക്ക് ചെയ്യാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അതേസമയം മിഡിൽ ഇൻകം കൺട്രീസും ലോ ഇൻകം കൺട്രീസിലും ഇപ്പോഴും പകർച്ചവ്യാധികൾ മാറ്റിവെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്നെടുക്കുന്നത് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് എന്ന് പറയുന്ന ആ ഗ്രൂപ്പ് ഓഫ് കണ്ടീഷൻസാണ്. ഈ സൗത്ത് ഏഷ്യ എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, പാകിസ്ഥാൻ, ഇന്ത്യ, നേപ്പാൾ, ഭൂട്ടാൻ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, മാൽദീവ്സ്. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ ലോക ജനസംഖ്യയുടെ ഒരു 25% പോപ്പുലേഷൻ ഈ സൗത്ത് ഏഷ്യൻസാണ്. അതേസമയം ഈ കാർഡിയോവാസ്കുലർ ഈ അസുഖങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 60% ഈ പ്രോബ്ലംസും വരുന്നത് ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻ്റിൽ സൗത്ത് ഏഷ്യൻ എന്ന് പറയുന്ന പോപ്പുലേഷൻ ഗ്രൂപ്പിൽ നിന്നാണ്. അപ്പോൾ 25% ജനറൽ പോപ്പുലേഷൻ ഓഫ് ദ വേൾഡാണ് 60% ഈ ഹാർട്ട് പ്രോബ്ലംസും സ്ട്രോക്കും അങ്ങനെയുള്ള വാസ്കുലർ പ്രോബ്ലംസിനും കാരണമായിട്ട് നമ്മൾ കണക്കുകളിൽ കാണുന്നത്. അപ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേക കാരണങ്ങളുണ്ടോ, അതല്ല അത് എല്ലാ ജനവിഭാഗങ്ങളിലും കാണുന്ന, എല്ലാ പോപ്പുലേഷനിലും കാണുന്ന പ്രശ്നങ്ങൾ തന്നെയാണോ ഉള്ളതെന്നാണ് നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഇതിൽ വരുന്ന നമ്മൾ ഈ സ്റ്റഡീസ് അല്ലെങ്കിൽ ഈ പറയുന്ന സ്റ്റഡീസിൽ നിന്നാണ് ഈ പറയുന്ന വിവരങ്ങൾ നമുക്ക് ഇന്ത്യയിൽ നമുക്കറിയാം. ഈ ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൽ നമ്മുടെ പ്രയോറിറ്റീസ് ഡിഫറെൻ്റ് ആണ്. നമുക്ക് ചിലവാക്കാനുള്ള ഈ റിസർച്ചിനുള്ള പണമൊന്നും വളരെ കുറവാണ് നമ്മുടെ നാടുകളിൽ. അപ്പോൾ ഈ പഠനങ്ങൾ അധികം വന്നിരിക്കുന്നത് നോർത്ത് അമേരിക്കയിൽ നിന്നും അതുപോലെ ഇംഗ്ലണ്ടിൽ നിന്നുമൊക്കെയാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മൈഗ്രേഷൻ തന്നെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ നമ്മുടെ സൗത്ത് ഏഷ്യൻസ് ഒരുപാട് മൈഗ്രേറ്റ് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും പോകുന്നുണ്ട്. അതുകൊണ്ട് ഇതൊരു ഹെൽത്ത് പ്രോബ്ലമാണ്. ഇവരെവിടെ ചെന്നാലും ഇതൊരു ഹെൽത്ത് പ്രോബ്ലമാണ്. അതുകൊണ്ട് മൈഗ്രേഷൻ വന്നാൽ ഫസ്റ്റ് ജനറേഷൻ മൈഗ്രൻസിൽ നമ്മുടെ നാട്ടിൽ കാണുന്നത്ര പോലെ തന്നെ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ സ്റ്റഡീസൊക്കെ വന്നിരിക്കുന്നത് ഈ ഡെവലപ്ഡ് കൺട്രീസിൽ നിന്നാണ്. ഇതാണ് പ്രധാനപ്പെട്ട സ്റ്റഡികൾ. ഈ ആദ്യത്തെ ഈ കാഡി സ്റ്റഡി എന്ന് പറയുന്ന ഷിക്കാഗോയിൽ ഒരു ഇന്ത്യൻ ഡോക്ടർ ചെയ്ത സ്റ്റഡിയാണ്. ഇൻ്റർഹാർട്ട് എന്ന് പറയുന്നത് നമ്മുടെ ഡോക്ടർ സലീം യൂസഫ് ലീഡ് ചെയ്യുന്ന ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. മസാല സ്റ്റഡി എന്ന് പറയുന്നത് ഓൺഗോയിങ് സ്റ്റഡിയാണ്. ഈ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിലെ റിസ്ക് മോഡിഫിക്കേഷനെ കുറിച്ചിട്ടാണ്. UK ബയോ ബാങ്ക് ഈ സ്റ്റഡീസിൽ നിന്നാണ് ഈ വിവരങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ സൗത്ത് ഏഷ്യൻ്റെ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണ്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മൊത്തം ജനസംഖ്യയുടെ 25% സൗത്ത് ഏഷ്യൻസാണ്. അതേസമയം കാർഡിയോവാസ്കുലർ ഡിസീസിൻ്റെ 60% നമ്മളാണ്.
അതിൽ പ്രത്യേകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൗത്ത് ഏഷ്യൻസിന് അസുഖം വരുന്നത് നമ്മുടെ യൂറോപ്യൻസ് കോക്കേഷ്യൻസിന് വരുന്നേക്കാൾ ഒരു 10 കൊല്ലം മുമ്പാണ് ഇവർക്ക് വരുന്നത്. മാത്രമല്ല നമ്മൾ ഈ കാണുമ്പോൾ ഒരു ടെസ്റ്റിൽ ഒരു ആൻജിയോഗ്രാം ചെയ്ത് കാണുമ്പോൾ നമുക്ക് പേടിയാവും കണ്ടു കഴിഞ്ഞാൽ. അത്രയ്ക്ക് സിവിയറായിട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ ഈ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ കാണുന്നത്. അപ്പോൾ എന്താണ് നമ്മൾ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ അല്ലെങ്കിൽ ഒരു ഡിഫറെൻ്റ് ആയിരിക്കുന്നത്? വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വരുന്ന ഏജ് ഗ്രൂപ്പ് ഈ 50 വയസ്സ് അല്ലെങ്കിൽ 40 വയസ്സ്, ഇത് ഈ 40-50 വയസ്സിൽ താഴെ ഉള്ള ഈ ഹാർട്ട് ഡിസീസിൻ്റെ കണക്കെടുത്തു കഴിഞ്ഞാൽ അതിൽ പ്രിഡോമിനൻ്റ്ലി കാണുന്നത് സൗത്ത് ഏഷ്യൻസ്. അപ്പോൾ ഈ ഏറ്റവും കൂടുതൽ പ്രൊഡക്റ്റീവായിട്ടുള്ള ലൈഫ്സാണ് അവിടെ പോകുന്നത്. മാത്രമല്ല ഡിസബിലിറ്റിയും എല്ലാം കൂടെ ഹെൽത്ത് കെയർ ബേർഡൻ എല്ലാം കൂടെ വരുന്നത് ഈ പ്രൈം, അതായത് ക്രീം ഓഫ് ദ പോപ്പുലേഷൻ എന്ന് പറയുന്ന ആ ഗ്രൂപ്പിലാണിത് കാണുന്നത്. ഇനി നമ്മുടെ കേരളത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ നമ്പർ 1 തന്നെയാണ് കേരളം. മൊത്തം ഇത് ഹിന്ദുവിൽ വന്ന റിപ്പോർട്ടാണ്. ഈ റൂറൽ അർബൻ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഈ കാർഡിയോവാസ്കുലർ ഡിസീസ് കാണുന്നത് 20%. പല സ്ഥലങ്ങളിലും റൂറൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഒന്നും ലഭ്യമല്ല, എന്നാൽ കൂടി അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ വെച്ചിട്ട് കേരളം ഒരു റെഡ് സിഗ്നലാണ് കാണിക്കുന്നത്. മാത്രമല്ല കേരളത്തിൽ റൂറൽ അർബൻ ഡിഫറൻസ് അങ്ങനെ അധികം കാണുന്നുമില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തം നമ്മുടെ ലാൻഡ്സ്കേപ്പ് മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഗ്രാമങ്ങളൊന്നും ഇല്ല, ഇപ്പോൾ എല്ലാം ഒരു വലിയൊരു മെഗാ സിറ്റി ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് കേരളം. ഇതും സെയിം ഇതിൽ വന്നാണ് റൂറൽ അർബൻ ഡിഫറൻസസ് നമുക്ക് കാണാൻ പറ്റും. ഈ സൗത്ത് ഏഷ്യൻ എസ്പെഷ്യലി സൗത്ത് ഇന്ത്യ അല്ലെങ്കിൽ കേരളം ടോപ്പിൽ നിൽക്കുകയാണ് ഈ റിസ്ക് ഫാക്ടേഴ്സിലും ഈ ബേർഡനിലും. റൂറൽ അർബൻ എടുത്തു കഴിഞ്ഞാൽ എപ്പോഴും അർബൻ പോപ്പുലേഷനിൽ റിസ്ക് കൂടുതലായിരിക്കും. എന്താ വെച്ചാൽ ലൈഫ് സ്റ്റൈൽ മാറും, അതുപോലെ എക്സർസൈസിനുള്ള ചാൻസസ് കുറയും, അവരുടെ ഭക്ഷണക്രമങ്ങൾ വ്യത്യാസം വരും. അപ്പോൾ എപ്പോഴും അർബൻ പോപ്പുലേഷനിൽ റിസ്ക് എപ്പോഴും കൂടുതലായിരിക്കും. പക്ഷേ ആ ഡിഫറൻസ് നമ്മുടെ കേരളത്തിൽ കാണുന്നില്ല എന്നാണ് സ്റ്റഡികൾ കാണുന്നത്. സൗത്ത് ഏഷ്യൻസിന് എടുക്കുകയാണെങ്കിൽ 40 വയസ്സിൽ താഴെയുള്ള ഹാർട്ട് അറ്റാക്കുകൾ 30%. അതേസമയം ഈ 40 വയസ്സിൽ താഴെയുള്ള ഒരു കോക്കേഷ്യൻ അല്ലെങ്കിൽ ഒരു വൈറ്റ് പോപ്പുലേഷൻ എടുക്കുകയാണെങ്കിൽ 1% മാത്രമേ ഉള്ളൂ അവരുടെ ആൾക്കാരിൽ അസുഖങ്ങൾ വരുന്നത്. അതേസമയം 50 വയസ്സിൽ താഴെയുള്ള ആൾക്കാരിൽ ആദ്യമായിട്ടൊരു ഹാർട്ട് അറ്റാക്ക് വരുന്ന അല്ലെങ്കിൽ സ്ട്രോക്ക് വരുന്ന എടുക്കുകയാണെങ്കിൽ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ അതിൻ്റെ പ്രിവലൻസ് 50% കൂടുതലാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നമ്മുടെ ഈ സൗത്ത് ഏഷ്യൻസ് എന്ന് പറയുന്നത് ഒരു ഹൈ റിസ്ക് പോപ്പുലേഷനാണ്. അതെന്തുകൊണ്ടാണെന്നുള്ളതാണ് നമ്മൾ അടുത്ത സെക്ഷനിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ബേസിക് പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രക്തക്കുഴലുകൾ അടഞ്ഞു പോവുക. ഈ അടഞ്ഞു പോകുന്നതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ പ്ലാക്ക് എന്നാണ് അതിനെ ടെക്നിക്കലി നമ്മൾ യൂസ് ചെയ്യുന്ന ടേം. ഈ രക്തക്കുഴലുകളിൽ ഉള്ളിൽ, അതായത് അതിൻ്റെ ഭിത്തിയിൽ ഈ കൊഴുപ്പ്, പ്രത്യേക കൊഴുപ്പ് വന്ന് അടിഞ്ഞിട്ട് ഒരു പ്ലാക്ക് ഡെവലപ്പ് ചെയ്തിട്ട് ആ പ്ലാക്ക് ബിൽഡപ്പ് ചെയ്ത് ആ പ്ലാക്ക് ഒരു പൈപ്പ് ക്ലോഗ് ചെയ്യുന്ന പോലെയുള്ളൊരു സിറ്റുവേഷനാണ് ഇവിടെ വരുന്നത്. നിർഭാഗ്യവശാൽ ഈ ഹാർട്ട് മസിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കൽ ഡാമേജ് വന്ന് പോയാൽ പിന്നെ അത് റീജനറേറ്റ് ചെയ്യാൻ, റിക്കവർ ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണ് ഇതിനകത്ത്. അതുകൊണ്ട് ഡാമേജ് വരാതെ നോക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യാൻ പറ്റുന്നത്. കൊഴുപ്പ് എന്ന് പറയുന്ന സാധനം നമ്മുടെ കോശങ്ങളുടെയൊക്കെ പ്രവർത്തനത്തിന് വളരെ അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ അത് എണ്ണ വെള്ളത്തിലൊഴിച്ചാൽ അത് മിക്സ് ചെയ്യില്ലല്ലോ. അപ്പോൾ അതുപോലെ ഈ കൊഴുപ്പ് രക്തത്തിൽ സർക്കുലേറ്റ് ചെയ്യുന്നത് ഈ ലൈപ്പോ പ്രോട്ടീൻസ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളായിട്ടാണ്. അതായത് ഈ കൊഴുപ്പിൻ്റെ കൂടെ കുറച്ച് പ്രോട്ടീൻസും ഒക്കെ ചേർന്നിട്ട് അത് വെള്ളത്തിൽ അല്ലെങ്കിൽ രക്തത്തിൽ അലിയുന്ന രീതിയിലേക്ക് മാറ്റിയിട്ടാണ് ഇതിനെ പോകുന്നത്. ഇപ്പോൾ ഈ സാധനമാണ് ഈ പ്ലാക്ക് ഡെവലപ്മെൻറ്റിൻ്റെ പ്രധാന കാരണം. അപ്പോൾ ഈ ഒരു പടം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഈ ഇടത്തെ അറ്റത്ത് കാണുന്നത് ഈ രക്തക്കുഴൽ വളരെ ക്ലീനായിട്ടുള്ള രക്തക്കുഴലാണ്. ഈ പ്ലാക്ക് ഇങ്ങനെ ബിൽഡപ്പ് ചെയ്ത് ഗ്രാജുവലി കൂടി വന്ന് അവസാനത്തെ സ്റ്റേജാണ് ഈ പ്ലാക്ക് റപ്ചർ എന്ന് പറയുമ്പോൾ. ആ പ്ലാക്ക് പൊട്ടിയിട്ട് അല്ലെങ്കിൽ മുറിവ് വരുന്ന പോലെ ഒരു പ്ലാക്ക് റപ്ചർ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഈ ഫാറ്റ് കണ്ടൻസ് എക്സ്പോസ്ഡ് ആകുമ്പോൾ അവിടെ രക്തക്കട്ട ഉണ്ടാകുന്നു. അപ്പോൾ ഈ കാണുന്ന ഒരു ട്യൂബ് കാണാൻ പറ്റും. ഈ ട്യൂബ് രക്തക്കുഴലിൽ കുഴപ്പമൊന്നും, വളരെ ചെറിയ കുട്ടികളുടെ രക്തക്കുഴലിൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാകും, അസുഖമൊന്നും ഇല്ലാത്തത്. പിന്നെ ഈ പ്ലാക്ക് ഗ്രാജുവലി ബിൽഡപ്പ് ചെയ്ത് റപ്ചർ ചെയ്യും. ഒരു മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ ഈ പ്രശ്നം തുടങ്ങുന്നത് നമ്മളൊരു 10-15 വയസ്സ് അല്ലെങ്കിൽ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഈ തുടക്കം കുറിക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മൾ ഈ അസുഖമായിട്ടൊരാൾ വരുമ്പോൾ
ഈ പ്രോസസ്സ് തുടങ്ങിയിട്ട് 30-40 കൊല്ലം മുമ്പ് ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രിവെൻറ്റീവ് സ്ട്രാറ്റജീസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യേണ്ടത് ആ ഏജിലാണ്. നമ്മൾ ഓടുന്ന പട്ടിക്ക് ഒരു മുഴം മുമ്പേ നിന്ന് നമ്മുടെ നാട്ടിൽ പറയുന്ന പോലെ വളരെ നേരത്തെ തന്നെ ഈ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് ചെയ്യണം എന്നുള്ളതിൻ്റെ ആ ഒരു ബോധവൽക്കരണം അല്ലെങ്കിൽ ആ ഒരു നോളജ് ആൾക്കാർക്ക് ഉണ്ടാവേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഈ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് യൂഷ്വലി ഫസ്റ്റ് ഡെക്കേഡ്, 10 വയസ്സ് അല്ലെങ്കിൽ 15 വയസ്സുള്ള ഒരു കുട്ടിയുടെ രക്തക്കുഴൽ പരിശോധിച്ചാൽ തന്നെ നമുക്ക് ഇതിൻ്റെ വളരെ ഏർലി ആയിട്ടുള്ള സ്റ്റേജസ് കാണാൻ പറ്റും. അപ്പം ഇങ്ങനെയാണ് കാണുക. അപ്പോൾ ഈ നോർമലി ഉള്ള രക്തക്കുഴൽ ഇപ്പോൾ ഇതൊരു ട്യൂബിൻ്റെ ക്രോസ് സെക്ഷനും ഇതതിനെ നമ്മൾ ലോഞ്ചിറ്റ്യൂഡൽ സെക്ഷനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഫാറ്റി സ്ട്രീക്സ് എന്നാണ് ആദ്യം പറയുക. അതായത് നമ്മളൊരു ഈ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ ചെറിയ മഞ്ഞ കളറിൽ ചെറിയ വരകൾ പോലെ കാണാൻ പറ്റും, ഫാറ്റി സ്ട്രീക്സ്. ഈ ഫാറ്റി സ്ട്രീക്സ് നമ്മൾ ആസ് ഏർലി ആസ് 12-13 ഇയേഴ്സ് ഉള്ള കുട്ടികളിൽ വരെ കാണാൻ പറ്റുന്നതാണ് പറയുക. പിന്നെ അത് ബിൽഡപ്പ് ചെയ്ത് കൂടി ഈ ലൂമൻ ട്യൂബിൻ്റെ ഈ രക്തക്കുഴലിൻ്റെ വ്യാസം കുറഞ്ഞു വരും, ഈ രക്തം ഒഴുകാനുള്ള തടസ്സം സംഭവിക്കുന്നു. പക്ഷേ ഈ എന്താ പറയുക, എക്സ്പ്ലോഷൻ അല്ലെങ്കിൽ ഏറ്റവും പ്രശ്നം ഉണ്ടാകുന്നത് ഈ പ്ലാക്ക് റപ്ചർ ചെയ്യുമ്പോഴാണ്. അപ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്ക്, സഡൻ ഡെത്ത് ഒക്കെ വരുന്നത്. ഇപ്പോൾ ഈ അടുത്ത സമയത്തിന് നമ്മൾ നമുക്കറിയാം ഒരു സിനിമാ നടൻ അസുഖമൊന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു, അദ്ദേഹം പെട്ടെന്ന് മരണപ്പെട്ടു. ഇതാണ് പ്ലാക്ക് റപ്ചറിൻ്റെ ഒരു അനിമേഷൻ കാണിക്കുന്നത്. രക്തക്കുഴലിൽ പ്ലാക്ക് അഴിഞ്ഞിരിക്കുന്നു, എന്തെങ്കിലും ഒരു സ്റ്റിമുലസ് കൊണ്ട് പ്ലാക്ക് റപ്ചർ ചെയ്യുമ്പോൾ അവിടെ രക്തം കട്ട പിടിച്ചിട്ട് ആ രക്ത ഓട്ടം കംപ്ലീറ്റ് ആയിട്ട് നിന്ന് പോകുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കൊക്കെ വരുന്നത്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കാരണങ്ങളൊന്നും തന്നെ അസുഖമായിട്ട് മാനിഫെസ്റ്റ് ചെയ്യില്ല. നമ്മൾ ടെസ്റ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതൊന്നും നമുക്ക് അറിയാനും പറ്റില്ല നമുക്ക് ഈ പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ കാരണങ്ങൾ? എന്തെങ്കിലും സൗത്ത് ഏഷ്യൻസിന് എന്തെങ്കിലും പ്രത്യേകതയുണ്ടോ? അതല്ല കൺവെൻഷണലായിട്ട് നമ്മൾ പറയുന്ന റിസ്ക് ഫാക്ടേഴ്സ് മാത്രമേ ഉള്ളൂ ഇതിൻ്റെ കാരണം? ഇപ്പം ഇതിൻ്റെ ഏറ്റവും റീസെൻ്റ് ആയിട്ടുള്ള ഡേറ്റ വന്നിരിക്കുന്നത് ഈ ഡോക്ടർ സലീം യൂസഫ് ലീഡ് ചെയ്യുന്ന ഇൻ്റർ ഹാർട്ട് എന്ന് പറയുന്ന ഇപ്പോഴും ഓൺഗോയിങ് ആയിട്ടുള്ള ഒരു സ്റ്റഡിയാണ്. അതിൻ്റെ റിപ്പോർട്ട് പ്രകാരം അല്ലെങ്കിൽ അതിൻ്റെ റിസൾട്ട്സ് പ്രകാരം പറയുന്നത് നമ്മൾ ഈ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, പൊണ്ണത്തടിയിൽ ഒബീസിറ്റി, ഈ കൊളസ്ട്രോൾ, ഡിസ്ലിപ്പിഡീമിയ, ഈ സാധാരണ റിസ്ക് ഫാക്ടേഴ്സ് തന്നെ 90% സൗത്ത് ഏഷ്യൻസ് ആണെങ്കിൽ കൂടി 90% കേസുകളിലും ഈ കൺവെൻഷണൽ ആയിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് പ്രധാനമായിട്ടും കാണിക്കുന്നത്. അതിലേറ്റവും പ്രധാനം ഡയബറ്റീസ് ആണ്. ഇപ്പോൾ നമുക്ക് ഈ കണക്കുകൾ കാണിക്കുന്ന വെച്ചാൽ ഇന്ത്യ നമ്മുടെ ഡയബറ്റീസ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്നാണ് ഇപ്പോൾ WHO പറയുന്നത്. മൊത്തം ലോക ജനസംഖ്യയിൽ 88 മില്യൺ ആൾക്കാർ സൗത്ത് ഏഷ്യൻസ് കൺട്രീസിൽ ഡയബറ്റീസ് ഉള്ളവരുണ്ട്. അതിൽ തന്നെ 77 മില്യണും ഇന്ത്യ എന്നാണ് വരുന്നത്. 1 in 4 സൗത്ത് ഏഷ്യൻസ് ഇൻ നോർത്ത് അമേരിക്ക അവർ ഡയബറ്റീസ് അഫക്റ്റഡ് ആണ് അവർ. ഇപ്പോൾ ഈ സംസ്ഥാനങ്ങളുടെ കണക്ക് ഇത് 2008 കണക്കും ഇത് റീസെൻ്റ് ആയിട്ടുള്ള കണക്കുമാണ്. നമുക്ക് കാണാൻ പറ്റും ആ ഡെമോഗ്രാഫിക് ഷിഫ്റ്റ്. ഒരുപാട് ഡയബറ്റിക് പോപ്പുലേഷൻ ഒരുപാട് കൂടുന്നുണ്ട് നമ്മുടെ നാട്ടിൽ. ഇതതിൻ്റെ പ്രത്യേക സൗത്ത് ഏഷ്യൻസിൽ വരാനുള്ള കാരണങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. എന്തുകൊണ്ട് ഡയബറ്റീസ് കൂടുതൽ സൗത്ത് ഏഷ്യൻസിൽ കാണുന്നു എന്നുള്ളതിന് കുറച്ച് ബയോളജിക്കലായിട്ടുള്ള കാരണങ്ങളുണ്ട്. പൊതുവെ നമ്മുടെ ആൾക്കാർക്ക് മസിൽ മാസ് കുറവാണ്. നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷന് മസിൽ കുറവാണ് ആൾക്കാർക്ക്. അപ്പോൾ ഈ മസിലിലാണ് പ്രധാനമായിട്ട് ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്നുള്ളൊരു കണ്ടീഷൻ വരും നമ്മുടെ മസിലില്ലാത്ത ആൾക്കാരിൽ. അപ്പോൾ ഈ ഇൻസുലിൻ്റെ ലെവൽ ബ്ലഡിൽ കൂടിയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ഗ്ലൂക്കോസിനെ അത് കൊഴുപ്പായിട്ട് മാറ്റിയിട്ട് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് അടിഞ്ഞു കൂടും. ഇപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് പ്രധാനമായിട്ടുള്ളൊരു കാരണം. അതിൻ്റെ ഒരു മെയിൻ റീസൺ ജനറ്റിക്കലി നമ്മുടെ ബോഡി മേക്കപ്പ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രെയിം ചെറുതാണ്, മസിൽസ് കുറവാണ്. മാത്രമല്ല പ്രോഗ്രഷൻ. ഈ 2 ഗ്രാഫുകൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇടതുവശത്തുള്ള ചുവന്ന ഗ്രാഫ് ഒരു സൗത്ത് ഏഷ്യൻ ഒരു പേഷ്യൻറ്റിൽ അല്ലെങ്കിൽ ഒരാൾക്ക് ഈ ഡയബറ്റീസ് പ്രോഗ്രസ് ചെയ്യുന്നതിൻ്റെ സ്പീഡ് കാണിക്കുന്നു. സമയം ഈ പച്ച ഗ്രാഫ് ഒരു യൂറോപ്യൻ ഈക്വലി ഇതായിട്ടുള്ള യൂറോപ്യൻ പേഴ്സണിൽ കാണിക്കുന്നു. വളരെ ഫാസ്റ്റായിട്ടാണ് നമ്മുടെ ആൾക്കാരിൽ ഇത് പ്രോഗ്രസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് നമ്മൾ നേരത്തെ സ്റ്റാർട്ട് ചെയ്യണം. സാധാരണഗതിയിൽ നമ്മൾ ഈ ഡയബറ്റീസ് ചെക്ക് ചെയ്യുന്നത് HbA1c എന്നുള്ള ടെസ്റ്റൊക്കെ ചെയ്യുമ്പോൾ അതിൽ ഇമ്പയർഡ് ടോളറൻസ് എന്ന് പറഞ്ഞിട്ടൊരു ലെവൽ കാണിക്കും. നോർമൽ ഒരു ഗ്രൂപ്പ് ഉണ്ട്,
ഡയബറ്റീസ് ഒരു ഗ്രൂപ്പുണ്ട്, അതിൻ്റെ ഇടയ്ക്കുള്ളൊരു ഗ്രൂപ്പാണ് ഇംപെയർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്. അതായത് ഡയബറ്റീസ് ആയിട്ടില്ല, പക്ഷെ അവർക്ക് വരാനൊരു ചാൻസ് ഉണ്ട്. അപ്പം നോർമൽ റിസ്ക് മോഡിഫിക്കേഷൻ സ്ട്രാറ്റജീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഇംപെയർഡ് ടോളറൻസ് ഉള്ള ലെവലിലാണ് നമ്മൾ അവരോട് ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് സജസ്റ്റ് ചെയ്യുന്നത്. പക്ഷേ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ റെക്കമെൻഡേഷൻ എന്ന് വെച്ചാൽ ഈവൻ അതിനു മുമ്പ് തന്നെ നമ്മൾ ഈ പ്രിവെൻഷൻ സ്ട്രാറ്റജീസ് സ്റ്റാർട്ട് ചെയ്യണം, ഈ പ്രോസസ്സ് ഡിലേ ചെയ്യാനായിട്ട്. രണ്ടാമത്തെ ഇതാണ് ഹൈപ്പർ ടെൻഷൻ. പിന്നെ പ്രധാനമായിട്ടും 3 ഇരട്ടിയാണ് നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ ഹൈപ്പർ ടെൻഷൻ്റെ ഒരു പ്രിവലൻസ് ഉള്ളത്. പലരും ഇത് ചെക്ക് ചെയ്യുന്നൊന്നുമില്ല. നമ്മൾ എന്തെങ്കിലും വേറെ അസുഖത്തിന് ഹോസ്പിറ്റലിൽ പോകുമ്പോഴായിരിക്കും ഇത് കണ്ടുപിടിക്കപ്പെടുന്നത്. അപ്പോൾ പിന്നെ മരുന്ന് കഴിക്കാനുള്ളൊരു റിലക്റ്റൻസി, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ കാണാം, എന്ത് മരുന്ന് കൊടുത്താലും ആൾക്കാർ നേരെ പോകുന്ന യൂട്യൂബിൽ പോയിട്ട് നാച്ചുറോപ്പതി ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും മുരിങ്ങയുടെ ഇല, അല്ലെങ്കിൽ അത് ഓരോ സാധനങ്ങൾ, ക്യാൻസറിന് വരെ ട്രീറ്റ്മെൻറ്റ് ഉണ്ട് അവർക്ക്. മരുന്നിനോടുള്ള അഡ്ഹിയറൻസ്, മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി അടിച്ചു പോകും, ഡയബറ്റീസിൻ്റെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ, അങ്ങനെയൊക്കെയുള്ള മിസ്ഇൻഫർമേഷൻ, ഈവൻ ലിറ്ററസി ഒരുപാടുണ്ടെങ്കിലും ആൾക്കാർക്ക് ആ ഒരു കോമൺ സെൻസ് വളരെ കുറവുള്ളൊരു ഇതാണ്, പ്രത്യേകിച്ച് നമ്മുടെ ഈ യങ്ങർ ജനറേഷൻ. പിന്നെ നമ്മൾ ഉപ്പ് കഴിക്കുന്ന, സോഡിയം ഒരുപാട് ഉപ്പിട്ട ആഹാരങ്ങൾക്ക്. അപ്പോൾ ഈ ഹൈപ്പർ ടെൻഷൻ്റെ ഇൻസിഡൻസും കുറച്ച് കൂടുതലാണ് നമ്മുടെ പോപ്പുലേഷനിൽ. പലപ്പോഴും അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, ഡിറ്റക്ഷനും ട്രീറ്റ്മെൻറ്റും പ്രോപ്പറായിട്ട് നടക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൂടിയുണ്ട്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം ഈ കൊളസ്ട്രോൾ ലെവൽസ്. ഈ കൊളസ്ട്രോൾ കൂടുന്ന, ഡിസ്ലിപ്പിഡീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ സൗത്ത് ഏഷ്യൻസിൽ കാണുന്ന കുറച്ച് വ്യത്യാസമുണ്ട് നമ്മുടെ വെസ്റ്റേൺ പോപ്പുലേഷനിൽ കാണുന്നതിൽ. നമ്മുടെ ആൾക്കാരിൽ കാണുന്ന ഡിസ്ലിപ്പിഡീമിയ കൊളസ്ട്രോൾ ലെവൽസ് ഒന്നും ചിലപ്പോൾ വളരെ കൂടുതലായിട്ട് കാണുന്നില്ല. അതേസമയം അതിൻ്റെ നേച്ചർ അല്ലെങ്കിൽ ടൈപ്പ് ഓഫ് കൊളസ്ട്രോൾ ഇൻ സൗത്ത് ഏഷ്യൻസ് കുറച്ച് ഡിഫറെൻ്റ് ആണ്. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പലതരം കൊളസ്ട്രോളുകൾ നമ്മുടെ രക്തത്തിൽ കാണാൻ പറ്റും. അതായത് ലിവറിലാണ് കൊളസ്ട്രോൾ അധികം നിർമ്മിക്കപ്പെടുന്നത്. അത് ലിവറിൽ നിന്ന് രക്തക്കുഴലുകളിലേക്കും രക്തക്കുഴലുകളിലും തിരിച്ചും ഈ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന പല രൂപത്തിലാണ്. അതിൽ LDL എന്ന് പറയുന്ന കൊളസ്ട്രോളാണ് ഈ അസുഖം ഉണ്ടാക്കുന്നതിൽ ഏറ്റവും കൂടുതലായിട്ട് ഉള്ളത്. അതേസമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം, ഈ നമ്മുടെ ഒരു ഇന്ത്യൻ അല്ലെങ്കിൽ ഒരു കേരളത്തിലുള്ള ഒരാളുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് റിസൾട്ട് കാണുമ്പോൾ ഈ LDL ലെവലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ മിക്കവാറും അതൊക്കെ ഈ റെക്കമെൻഡഡ് ലെവൽസിലായിരിക്കും ഉണ്ടാവുക. പക്ഷേ വ്യത്യാസം എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ടൈപ്പ് ഓഫ് LDL ഡിഫറെൻ്റ് ആയിരിക്കും. നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ കാണുന്ന LDL നമ്മൾ പറയുന്ന ലോ ഡെൻസ് LDL എന്നാണ് പറയുക. അതായത് ലെവല് നോർമലായിരിക്കും, അതേസമയം അതിൻ്റെ ഈ അസുഖം ഉണ്ടാക്കാനുള്ള പൊട്ടൻസി വളരെ കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത് LDLനേക്കാളും കൂടുതൽ ഈ ApoB എന്ന് പറയുന്ന ആ പ്രോട്ടീൻ, അതാണ് ഈ LDLലുള്ള പ്രോട്ടീൻ കണ്ടൻറ്റ്. നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ നോക്കിക്കഴിഞ്ഞാൽ LDL ലെവൽ നോർമലായിരിക്കും, പക്ഷേ ഈ ApoB ലെവൽ എപ്പോഴും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ApoB ലെവൽ എസ്റ്റിമേഷൻ ആയിരിക്കും കുറച്ചും കൂടെ നല്ലൊരു മെട്രിക് നമുക്ക് നോക്കാനായിട്ട് ഈ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ. പിന്നെ നമുക്കും ഒരു ഹൈ റിസ്ക് വരാനുള്ള വേറൊരു കാരണം ഈ ഒരു മോളിക്യൂളാണ്, ഒരു ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എ എന്ന് പറയുന്ന ഒരു മോളിക്യൂള്. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ശരിക്കൊരു ശാപമല്ല, ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. അത് നമുക്ക് ഇന്ന് വരെ അതിനൊരു പ്രത്യേക ട്രീറ്റ്മെൻ്റ് ഒന്നുമില്ല. സപ്പോസ് ഈ ലൈപ്പോപ്രോട്ടീൻ എ കൂടുതലാണെന്നുണ്ടെങ്കിൽ അത് കുറയ്ക്കാനായിട്ട് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒന്നുമില്ല. അത് ജനറ്റിക്കലി ഡിറ്റർമിൻഡ് ആണ്. നമ്മൾ ഒരിക്കൽ ടെസ്റ്റ് ചെയ്താൽ, ജീവിതത്തിൽ ഒരിക്കൽ നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മതി, അത് ലെവൽ കൂടാനോ കുറയാനോ ഒന്നും പോകുന്നില്ല. അതിൻ്റെ ലെവൽ കൂടുന്നതനുസരിച്ച് ഈ ഹാർട്ട് ഡിസീസ് വരാനുള്ള റിസ്ക്കും കൂടി വരും. ഇപ്പോൾ ബ്ലാക്സിലും അതുപോലെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിലുമാണ് ഇതിൻ്റെ ലെവൽസ് ഏറ്റവും കൂടുതലായിട്ട് കാണുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ഹ്യൂമൻ മൈഗ്രേഷൻ്റെ പടം നോക്കിക്കഴിഞ്ഞാൽ ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലയുടെ ജീനുകളെ നമ്മൾ ട്രേസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ആഫ്രിക്കയിൽ തുടങ്ങി ഹ്യൂമൻ മൈഗ്രേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കാണുന്നത് സൗത്ത് ഏഷ്യൻസിലും ബ്ലാക്സിലുമാണ് കാണാൻ പറ്റുന്നത്. ഇപ്പോൾ പുതിയ റിസർച്ചിൽ ഇതിനുള്ള ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ വരുന്നുണ്ട്, പക്ഷെ അതെല്ലാം അവൈലബിൾ ആവാനായിട്ട് സമയം കൂടുതലെടുക്കും. അപ്പോൾ ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ ലെവൽ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ കുറച്ച് കൂടുതലാണ് കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ. ഈ നാഷണൽ ലിപ്പിഡ് അസോസിയേഷൻ എപ്പോഴും പറയുന്ന സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ ഈ റിസ്ക് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ലോ റിസ്ക്, മീഡിയം റിസ്ക്, ഹൈ റിസ്ക് എന്ന് പറയും.
ഈ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ ഹൈ റിസ്കിലാണ്. നമ്മൾ ഹൈ റിസ്ക്, വെരി ഹൈ റിസ്ക്, എക്സ്ട്രീം ഹൈ റിസ്കിലാണ് കിടക്കുന്നത്. അപ്പോൾ ഈ റെക്കമെൻഡേഷൻസും പറയുന്നതെന്ന് വെച്ചാൽ നോർമൽ ഈ ഒരു റെക്കമെൻഡേഷൻസ് LDL കൊളസ്ട്രോൾ ലെവൽ 100 താഴെ നിൽക്കണം, അല്ലെങ്കിൽ ഇവിടെ മില്ലിമോൾസിലാണ് പറയാൻ 38 അതിൻ്റെ കൺവേർഷൻ റേറ്റ്. റിസ്ക് കൂടുന്തോറും അതിൻ്റെ ലെവൽ കൂടുതൽ ടൈറ്റാക്കിക്കൊണ്ടിരിക്കും. അപ്പോൾ റിസ്ക് കൂടുതലുള്ള നമ്മളെപ്പോലെയുള്ള ആൾക്കാർക്ക് ഇത് എപ്പോഴും 70 കുറച്ച് നിൽക്കുന്നതാണ് നല്ലത്. വളരെ കൂടുതൽ റിസ്ക് ആണെങ്കിൽ 50 താഴേക്ക് കൊണ്ടുവരാനാണ് നമ്മൾ നോക്കേണ്ടത് പ്രിവെൻഷന് വേണ്ടിയിട്ട്. അടുത്തൊരു റിസ്ക് ഫാക്ടർ എടുക്കുകയാണെങ്കിൽ ഒബീസിറ്റി. നമുക്കിപ്പോൾ ഈ പൊളിറ്റിക്കലി കറക്റ്റ് ആയതുകൊണ്ട് ഇപ്പോൾ ഒബീസ് എന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ നമ്മൾ പേഷ്യൻസിനോട് തന്നെ ഒബീസ് എന്ന് നമ്മൾ എന്താ പറയുക, മെഡിക്കൽ റെക്കോർഡ്സിൽ എഴുതി കഴിഞ്ഞാൽ പ്രശ്നമാണ്. അതുകൊണ്ട് നമ്മളെപ്പോഴും ഹൈ ബോഡി മാസ് ഇൻഡെക്സ് എന്നാണ് ഇപ്പോഴത്തെ പുതിയ ടേം ഈ ഒബീസിറ്റിക്ക്. അപ്പോൾ നോർമലി നമ്മൾ 25 ബോഡി മാസ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് നമ്മളറിയാം. ഈ വെയ്റ്റ് ഇൻ കിലോഗ്രാംസ് ബൈ ഹൈറ്റ് ഇൻ മീറ്റർ സ്ക്വയർ മൾട്ടിപ്ലൈഡ് ബൈ 100 ആണ് അതിൻ്റെ ബോഡി മാസ് ഇൻഡെക്സ്. 25 കൂടുമ്പോഴാണ് നമ്മൾ ഒബീസിറ്റി എന്ന് നമ്മൾ നോർമൽ പോപ്പുലേഷനിൽ പറയുന്നതെങ്കിലും സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ അതിൻ്റെ നമ്മൾ കുറച്ചും കൂടെ ടൈറ്റാണ്. 23 നമ്മുടെ ഒബീസിറ്റി കട്ട് ഓഫ് ഫോർ സൗത്ത് ഏഷ്യൻസ് റെക്കമെൻഡേഷൻസ് ഏഷ്യൻസിൽ. ഈ ഒരു പിക്ചർ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ട് ഡോക്ടർമാരാണ്. NHS UK NHSൽ വർക്ക് ചെയ്യുന്ന 2 ഡോക്ടർമാരാണ്. ഒരാളൊരു കൊക്കേഷ്യൻ വൈറ്റ് മെയിലാണ്, മറ്റേതൊരു ഇന്ത്യൻ ഡോക്ടറാണ്. അപ്പോൾ രണ്ടാളുടെയും ബോഡി മാസ് ഇൻഡെക്സ് സെയിം ആണ്. പക്ഷേ ഇതിനെ നമ്മൾ പറയുന്ന YY പാരഡോക്സ് എന്നാണ് പറയുന്നത്. യാജ്നിക് ആൻഡ് യുട്കിൻ എന്നാണ് ഇവരുടെ പേര്. ഈ യൂറോപ്യൻ അല്ലെങ്കിൽ കോക്കേഷ്യൻ ഡോക്ടറുടെ ബോഡി മാസ് ഇൻഡെക്സ് ഹൈ ആണെങ്കിലും സെയിം ആണെങ്കിലും ബോഡി ഫാറ്റ് 9.1% ഉള്ളൂ. അതേസമയം ഇന്ത്യൻ കൗണ്ടർ പാർട്ട് ബോഡി മാസ് ഇൻഡെക്സ് സെയിം ആണെങ്കിൽ കൂടി 21% ആണ് അയാളുടെ ബോഡി ഫാറ്റ്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ബോഡി ഫാറ്റ് ഡിസ്ട്രിബ്യൂഷനും. നമ്മൾ കണ്ടിട്ടുണ്ടാവും നമ്മുടെ നാട്ടിലുള്ള ആൾക്കാർ ഫാറ്റ് അക്യുമുലേറ്റ് ചെയ്യുന്നത് അരയ്ക്ക് മുകളിലാണ്. ആപ്പിൾ ടൈപ്പ് ഒബീസിറ്റി എന്നാണ് പറയുന്നത്. അതേസമയം ഈ പെയർ ടൈപ്പ് ഒബീസിറ്റി, അതായത് അരയ്ക്ക് താഴെയാണ് ബാക്കിയുള്ള ഈ കോക്കേഷ്യൻസ് അല്ലെങ്കിൽ ബാക്കിയുള്ള പോപ്പുലേഷനിൽ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ കുറച്ചും ഈ ബോഡി മാസ് ഇൻഡെക്സിനേക്കാളും നല്ലൊരു മെട്രിക്ക് നമ്മുടെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ എന്ന് പറയും. ഈ ഇതിന് പറയാൻ നമ്മുടെ സൗത്ത് ഏഷ്യൻ ഫീനോടൈപ്പ് എന്നാണ് പറയുക, സ്കിന്നി ഫാറ്റ് സിൻഡ്രോം. നമ്മുടെ മൊത്തം ശരീരഭാരം മുഴുവനും നമ്മുടെ എന്താ പറയുക ഈ ഭാഗത്താണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വേസ്റ്റ് ഹിപ്പ് റേഷ്യോ, നമ്മുടെ ഹിപ്പിന് തൊട്ട് മുകളിൽ നമ്മുടെ പാൻസിൻ്റെ സൈസ് ഏകദേശം ഒരു കണക്കായിരിക്കും അതിന്. നമ്മുടെ സൗത്ത് ഏഷ്യൻസിന് പറയുന്നത് 90 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 35 ഇഞ്ച് ആണ് റെക്കമെൻഡേഷൻ. അതിലും താഴെ നിർത്താൻ നോക്കുക ഫോർ പുരുഷന്മാരിൽ. സ്ത്രീകൾക്കാണെങ്കിൽ 80 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ 32 ഇഞ്ച് അതാണ് പറയുന്നത്. ഈ മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറയും ഈ മൊത്തത്തിൽ ഈ പറയുന്ന ഈ സിറ്റുവേഷൻ, അതായത് ഹൈ ബ്ലഡ് ഷുഗർ, ഹൈ ബ്ലഡ് പ്രഷർ, എക്സസീവ് ബോഡി ഫാറ്റ്, ഈ ടൈപ്പ് ഓഫ് സൗത്ത് ഏഷ്യൻ ടൈപ്പ് ഓഫ് ഡിസ്ലിപ്പിഡീമിയ, അതായത് HDL നല്ല കൊളസ്ട്രോൾ ലെവൽ കുറവായിരിക്കും, ട്രൈഗ്ലിസറൈഡ് കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും പിന്നെ ഈ ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ A ലെവൽ കൂടുതലായിരിക്കും. അപ്പോൾ ഇതെല്ലാം കൊണ്ടും നമ്മുടെ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷൻ ഹൈ റിസ്കിൽ തന്നെയാണ്. പിന്നെ നമ്മൾ കാണാതെ പോകുന്ന കുറേ കാര്യങ്ങളുണ്ട്. പൊള്യൂഷൻ ഇപ്പോൾ കൂടുതൽ അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങൾ വരുന്നുണ്ട്. ഈ പൊള്യൂഷൻ പ്രത്യേകിച്ച് നമ്മൾ ഏർലി ലൈഫിൽ നമ്മൾ പൊള്യൂഷനെ എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞാൽ ഈ ആത്രോസ്ക്ലെറോട്ടിക് ഹാർട്ട് ഡിസീസ് വരാനും പ്രോഗ്രസ് ചെയ്യാനും ഒക്കെയുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. അതും ഒരു കാരണമായിരിക്കും. അതായത് നമ്മുടെ മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന പോപ്പുലേഷനിലും ഈ ഹാർട്ട് ഡിസീസിൻ്റെ പ്രിവലൻസും ഇൻസിഡൻസും കമ്പയർഡ് ടു നേറ്റീവ് പോപ്പുലേഷൻ കൂടാനുള്ള ഒരു കാരണം അതാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ കൾച്ചറൽ ആസ്പെക്ട്സ്, നമ്മുടെ സ്കൂളുകളിലെ കാര്യം അറിയാം, കുട്ടികളുടെ പഠിക്കാനുള്ള സമയവും കളിക്കാനുള്ള സമയവും അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മ, അതായത് ഈ കണ്ടീഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന വളരെ ചെറുപ്പത്തിലാണെന്നുള്ള അറിവില്ലായ്മ, അല്ലെങ്കിൽ വർക്ക് സ്പേസ് എൻവയോൺമെൻറ്റ്, പ്രത്യേകിച്ച് ആൾക്കാരുടെ ഔട്ട്സോഴ്സിങ്, അവരുടെ വർക്ക് എൻവയോൺമെൻറ്റ്, ഉറക്കമില്ലായ്മ, സ്ട്രെസ്, ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സമ്മറൈസ് ചെയ്യുകയാണെങ്കിൽ കൺവെൻഷണൽ റിസ്ക് ഫാക്ടേഴ്സ് ലൈക്ക് ഡയബറ്റീസ്, ഹൈപ്പർ ടെൻഷൻ, ഹൈ ഒബീസിറ്റി, സ്മോക്കിംഗ്, ഹൈ സ്ട്രെസ്, ഇതെല്ലാം
കൂടാതെ സൗത്ത് ഏഷ്യൻസിന് സ്പെഷ്യലായിട്ടുള്ള കുറച്ച് റിസ്ക് ഫാക്ടേഴ്സ് ഇത് ആണ്. ഒന്ന് ഇൻസുലിൻ റെസിസ്റ്റൻസ്, പിന്നെ സെൻട്രൽ ഒബീസിറ്റി, നമ്മൾ പറഞ്ഞ പോലെ ഈ വയറിൻ്റെ ഭാഗത്ത് കൂടുതൽ ഫാറ്റ് വരുന്നത്, ഈ റീജിയണൽ ഡയറ്റ്, നമ്മുടെ ഡയറ്റ് കൂടുതലും സാച്ചുറേറ്റഡ് ഫാറ്റ്, കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ പാം ഓയിൽ അങ്ങനെയുള്ള ഓയിൽസ് വെച്ചിട്ടാണ്. പിന്നെ സോഷ്യോ എക്കണോമിക് ഫാക്ടേഴ്സ്, ഇതെല്ലാം കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ഒരു കാരണമായിട്ടൊരു പറയപ്പെടുന്ന ഒരു കാരണം ഈ ത്രിഫ്റ്റി ജീൻസ് എന്നൊരു ഹൈപ്പോത്തസിസ് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അതായത് നമ്മൾ മനുഷ്യൻ ഇവോൾവ് ചെയ്തപ്പോൾ ഹ്യൂമൻ എവല്യൂഷനിൽ നമ്മൾ ആദ്യം ഹണ്ടർ ഗ്യാദർ സൊസൈറ്റിയിൽ നമ്മൾ കൂടുതലും ഈ മൃഗങ്ങളെ വേട്ടയാടി പിടിച്ചൊക്കെ തിന്നിരുന്ന സമയത്ത് നമ്മുടെ പ്രൈം ഫ്യൂവൽ ഫാറ്റായിരുന്നു, ഫാറ്റ് ബേണേഴ്സ് ആയിരുന്നു. അപ്പോൾ അന്ന് ഫാറ്റർ യു ആർ സർവൈവൽ ചാൻസസ് ആർ. അപ്പോൾ സ്കേഴ്സിറ്റി വരുന്ന സമയത്ത് നമ്മൾ കൂടുതൽ ഫാറ്റി ആയിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് സർവൈവൽ ചാൻസസ് കൂടുതലായിരുന്നു. പക്ഷേ ഈ അഗ്രികൾച്ചർ റെവല്യൂഷൻ വന്ന് നമ്മുടെ ഫുഡിൻ്റെ ഇത് ഗ്ലൂക്കോസായി മാറിക്കഴിഞ്ഞപ്പോൾ അതും കളി മാറി, നമുക്ക് സ്കേഴ്സിറ്റി ഇല്ല. ഒരു കാലത്ത് സർവൈവൽ അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്ന കുറേ ജീനുകൾ, അതായത് ഫുഡ് സ്റ്റോർ ചെയ്യാൻ ഹെൽപ്പ് ചെയ്തിരുന്ന കുറേ ജനറ്റിക്കലി കുറേ ജീനുകൾ നമുക്ക് ഫുഡ് ഒരുപാട് വന്ന സമയത്ത് ഈ മാത്രമല്ല നമ്മുടെ ആഹാര രീതി മാറി ഗ്ലൂക്കോസിലേക്ക്, അതായത് ഷുഗറിലേക്ക്, അന്നജം സ്റ്റാർച്ചിലേക്കുള്ള ഒരു ഷിഫ്റ്റ് വന്നതോട് കൂടിയിട്ട് അത് ശരീരത്തിൽ സ്റ്റോർ ചെയ്യാനും അസുഖങ്ങൾ ഉണ്ടാവാനും കാരണമായിട്ടുണ്ട്. പിന്നെ ഈ ബംഗാൾ ഫാമിൻ, അത് ഒരു ഈ കൊളോണിയൽ നമ്മുടെ റൂളിൻ്റെ സമയത്ത് ഒരുപാട് ക്ഷാമങ്ങൾ ഉണ്ടായ സമയത്ത് ഈ ആ ഒരു സ്ട്രെസ്സും ഇതിൻ്റെ കാരണമായിട്ട് ജനറ്റിക് റിസർച്ചേഴ്സ് പറയപ്പെടുന്നുണ്ട്. പ്രത്യേകിച്ച് പ്രഗ്നൻ്റ് ആയിരിക്കുന്ന മദേഴ്സിലും മെറ്റേണൽ മാൽന്യൂട്രീഷൻ പ്രഗ്നൻസിയിൽ ഫീറ്റസിന് പ്രശ്നങ്ങൾ ഉണ്ടാവും. ആ കുട്ടികളിൽ ഭാവിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസുകളുണ്ട്. പിന്നെ വളരെ റീസെൻ്റായിട്ട് വന്ന കുറച്ച് റിസർച്ചിൽ കാണിക്കുന്നു സൗത്ത് ഏഷ്യൻസിന് ഈ റിപ്പയർ മെക്കാനിസംസ്, ഇപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ രക്തക്കുഴലിലൊരു പ്രോബ്ലം വന്നാൽ അത് മര്യാദയ്ക്ക് റിപ്പയർ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല എന്നുള്ളൊരു ഇതും കാണിക്കുന്നുണ്ട്. ഈ സൗത്ത് ഏഷ്യൻസിൽ തന്നെ എല്ലാ രാജ്യങ്ങളും ഒരുപോലെയല്ല കേട്ടോ. അതായത് ബംഗ്ലാദേശുകാർക്കാണ് ഏറ്റവും കൂടുതൽ റിസ്ക് കാണിക്കുന്നത്, 4 ഇരട്ടിയാണ് അവരുടെ റിസ്ക്. പിന്നെ പാകിസ്ഥാൻ, നമ്മളൊക്കെ അത് കഴിഞ്ഞിട്ടേ വരുന്നുള്ളൂ. അപ്പോൾ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ തന്നെ കുറച്ച് വേരിയേഷൻസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഓവറോൾ നമ്മൾ പറയുന്നത് സൗത്ത് ഏഷ്യൻ എത്നിസിറ്റി എന്ന് പറയുന്ന ഒരു റിസ്ക് എൻഹാൻസറായിട്ടാണ് ഈ പറയപ്പെടുന്നത്. അപ്പം മൊത്തമുള്ള റിസ്കിനെ നമ്മളൊരു ഏതാണ്ട് 1.5 ഇരട്ടി 1.5 ടൈംസ് എൻഹാൻസ് ചെയ്യും ഈ സൗത്ത് ഏഷ്യൻ എത്നിസിറ്റി. നമുക്ക് ശാപം കിട്ടി, നമുക്ക് ശാപമോക്ഷം എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കാം ഇനി അടുത്തത്. പ്രധാനമായിട്ടും നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ റിസ്ക് അസസ്മെൻറ്റ്. ഈ റിസ്ക് അസസ് ചെയ്യാനായിട്ട് ഒരുപാട് ടൂളുകളിൽ നിന്ന് നമുക്ക് കിട്ടും. അപ്പോൾ ഈ ജനറൽ പോപ്പുലേഷനിൽ ഒരു 10 വർഷത്തെ റിസ്ക് നോക്കുകയാണെങ്കിൽ 4% ഏകദേശം ഹാർട്ട് അറ്റാക്ക് ഉണ്ടാവാനുള്ള റിസ്ക്. അപ്പോൾ 5% താഴെയാണെങ്കിൽ ലോ റിസ്ക് എന്ന് പറയും. ബോർഡർ ലൈൻ റിസ്ക് ആണെങ്കിൽ 5 to 7.5, ഇൻ്റർമീഡിയറ്റ് റിസ്ക് 7.5 to 20, ഹൈ റിസ്ക് ഈസ് മോർ ദാൻ 20. പലതരം റിസ്ക് സ്കോറുകൾ അവൈലബിൾ ആണ്. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ റിസ്ക് സ്കോറിലൊന്നും തന്നെ സൗത്ത് ഏഷ്യൻ റെപ്രസെൻറ്റേഷൻ വളരെ കുറവായിരുന്നു. ഈ ബ്രിട്ടീഷ് കൊളംബിയ യൂണിവേഴ്സിറ്റിയുടെ ഒരു റിസ്ക് കാൽക്കുലേറ്റർ ഉണ്ട്, അതെല്ലാം നമ്മുടെ സ്മാർട്ട് ഫോണിൽ കിട്ടും. അതിൽ നമ്മുടെ ഡെമോഗ്രാഫിക്സ് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ 10-year റിസ്ക് എത്രയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ 2 റിസ്ക് കാൽക്കുലേറ്റേഴ്സാണ് പൊതുവെ സൗത്ത് ഏഷ്യൻസിന് യൂസ്ഫുൾ ആയിട്ട് കാണുന്നത്. ബാക്കിയെല്ലാം ദർ ഡിസൈൻ ഫോർ കോക്കേഷ്യൻ അല്ലെങ്കിൽ വൈറ്റ് പോപ്പുലേഷന് വേണ്ടിയിട്ടുള്ളതാണ്. UBC റിസ്ക് കാൽക്കുലേറ്റേഴ്സ് അതിനകത്തൊരു 6% സൗത്ത് ഏഷ്യൻ റെപ്രസെൻറ്റേഷൻ ഉണ്ടായിരുന്നതാണ്. അതുകൊണ്ട് നമുക്ക് കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ UBC റിസ്ക് കാൽക്കുലേറ്ററാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ലോ റിസ്ക് ലെസ് ദാൻ 5, ഇൻ്റർമീഡിയറ്റ് റിസ്ക് 5 to 20, ഹൈ റിസ്ക് മോർ ദാൻ 20 ആണ് പറയുന്നത്. പിന്നെ വേറൊന്നും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ അടുത്ത സമയത്ത് വന്ന ഈ നമ്മളൊരു പ്രത്യേകതരം CT സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകളിൽ എന്തുമാത്രം കാൽസ്യം ഉണ്ടെന്നുള്ളത് അറിയാൻ പറ്റും. കാൽസ്യം സ്കോർ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാൽസ്യം സ്കോർ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഡിസീസ് ബേർഡൻ എത്രയുണ്ടെന്ന് അറിയാൻ പറ്റും. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് നമ്മളിത് ചെയ്ത് കഴിഞ്ഞാൽ പലരും ഇത് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ബ്ലോക്ക് ഉണ്ടെന്ന് പറഞ്ഞിട്ട് ബൈപ്പാസ് സർജറിക്കോ ആൻജിയോപ്ലാസ്റ്റിക്കോ ഒക്കെ വേണ്ടിയിട്ട് പോകുന്ന ആ ഒരു രീതിയിലേക്ക് ഡൗൺ സ്ട്രീം ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനുള്ളൊരു ടെൻഡൻസി കൂടും ഇത് ചെയ്ത് കഴിഞ്ഞാൽ. അതൊന്നും ചെയ്താലും ഈ ഹാർട്ട് അറ്റാക്കിൻ്റെ റിസ്ക് കുറയാൻ പോകുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹാർട്ട് അറ്റാക്ക് വരുന്നത് പ്ലാക്ക് റപ്ചർ
ആവുന്നതുകൊണ്ട് ഈ ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്താലും ആ റിസ്ക് കുറയാൻ പോകുന്നില്ല. അതുകൊണ്ട് ഇത് റിസ്ക് സ്ട്രാറ്റിഫിക്കേഷൻ ടൂളായിട്ട് മാത്രം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഈ കൊറോണറി കാൽസ്യം സ്കോർ എന്ന് പറയുന്നത്. അപ്പോൾ ഹൈ റിസ്ക് ഉള്ള ആളുകളാണെങ്കിൽ ഇത് ചെയ്ത് നോക്കുന്നത് നല്ലതായിരിക്കും ട്രീറ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ കഴുത്തിലെ രക്തക്കൊള്ളുകളിൽ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്താലും കാണാൻ പറ്റും ഈ ഏകദേശം ഈ കൊഴുപ്പടിഞ്ഞിട്ടുണ്ടോ അല്ലെങ്കിൽ പ്ലാക്സ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ. പിന്നെ എന്ത് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മൾ ഡയബറ്റീസ് കൺട്രോൾ, നമ്മുടെ HbA1c 6 താഴെ നിർത്തുക, വെയ്സ്റ്റ് സർക്കംഫറൻസ് 31 ഇഞ്ച് ഫീമെയിൽസ് ആൻഡ് 35 ഇഞ്ച് മെയിൽസ്, ബോഡി മാസ് ഇൻഡെക്സ് 23 കുറച്ച് നിർത്തുക, ലൈപ്പോപ്രോട്ടീൻ ലിറ്റിലെ നമുക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്നത്തെ രീതിയിൽ. അത് 100 താഴെയാണെങ്കിൽ നമ്മുടെ റിസ്ക് കുറവാണ്, 100 കൂടുതലാണെങ്കിൽ റിസ്ക് കൂടുതലാണ്. കൊളസ്ട്രോൾ ടോട്ടൽ ലെവൽ 160 കുറച്ച് നിർത്താൻ നോക്കുക. പ്രധാനമായിട്ടും നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഫിസിക്കൽ ആക്ടിവിറ്റി. എന്തുമാത്രം ഫിസിക്കൽ ആക്ടിവിറ്റി വേണം? ഫിസിക്കൽ ആക്ടിവിറ്റി നമുക്ക് മോഡറേറ്റ് അല്ലെങ്കിൽ ഇൻറ്റൻസ് ഉള്ള രീതിയിൽ നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റും. മോഡറേറ്റ് ഫിസിക്കൽ ആക്ടിവിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിസ്ക് വാക്കിംഗ്, ഡാൻസിങ്, ഡബിൾസ് ടെന്നീസ്, ബൈക്കിംഗ്, ഇതൊക്കെയാണ് ചെയ്യാൻ പറ്റുക. അതേസമയം വിഗറസ് ആക്ടിവിറ്റി എന്ന് പറയുന്നത് കുറച്ചും കൂടെ സിംഗിൾസ് ടെന്നീസ്, സ്വിമ്മിങ്, ഹെവി വർക്ക് ഒക്കെയാണ്. നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹാർട്ട് റേറ്റ് 80% ഓഫ് പ്രഡിക്റ്റഡ് മാക്സിമത്തിലേക്ക് എത്തിക്കാൻ നോക്കണം. അത് നമ്മുടെ വയസ്സ് ഇപ്പോൾ 200 - ഏജാണ് നമ്മുടെ മാക്സിമം ഹാർട്ട് റേറ്റ് പ്രഡിക്റ്റഡ്. അതിൻ്റെ 85% എത്താനായിട്ട് നോക്കണം നമ്മൾ ഈ എക്സർസൈസ് ചെയ്യുന്ന സമയത്ത്. എന്തുമാത്രം എക്സർസൈസ് ചെയ്യണം? ഇതാണ് റെക്കമെൻഡേഷൻസ്. അതായത് ഒരു വീക്ക്, ഒരാഴ്ചയിൽ 150 മിനിറ്റ് മോഡറേറ്റ് ഇൻറ്റൻസിറ്റി എക്സർസൈസ്, അത് അറ്റ്ലീസ്റ്റ് 5 days a week. അതാണ് റെക്കമെൻഡേഷൻ ഫോർ ജനറൽ പോപ്പുലേഷൻ. 2 days സ്ട്രെങ്ത് ട്രെയിനിങ്, മസിൽ ബിൽഡപ്പ് ചെയ്യാനായിട്ടുള്ള എക്സർസൈസ്, ഇതാണ് റെക്കമെൻഡേഷൻ. അതേസമയം സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ 150 അല്ല, 230 തൊട്ട് 300 മിനിറ്റ് വരെയാണ് റെക്കമെൻഡേഷൻ. അവിടെയും നമ്മൾ സ്പെഷ്യലാണ്. സാർക്കോപീനിയ എന്ന് പറയുന്നത് നമ്മുടെ മസിൽ, ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ മസിലിലാണ് പ്രധാനമായിട്ട് ഇൻസുലിൻ ആക്ട് ചെയ്യുന്നത്. നമ്മൾ പ്രായം കൂടുന്തോറും നമ്മുടെ മസിൽ മാസ് കുറയും. മസിൽ ബിൽഡപ്പ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതും ഈ പ്രൊട്ടക്റ്റീവാണ്. അപ്പോൾ ഈ മസിൽ സ്ട്രെങ്ത് ട്രെയിനിങ് കൊണ്ട് മസിൽ ബിൽഡപ്പ് ചെയ്യുന്നതും ഈ പ്രിവെൻഷന് വളരെ അത്യാവശ്യമാണ്. അതും ഫ്രയൽറ്റി, നമ്മുടെ പ്രായം കൂടുമ്പോൾ ഹൗ വെൽ യു ഏജ് ഡിപ്പെൻഡ്സ് ഓൺ ഹൗ മച്ച് മസിൽ മാസ് യു ഹാവ്. ഇതാണ് നമ്മൾ ഇയേഴ്സ് ഗെയിൻ ബൈ നമ്മൾ എത്ര മിനിറ്റ് നമ്മൾ ഒരു 1 to 74 മിനിറ്റ്സ് നമ്മൾ ബ്രിസ്ക് വാക്കിംഗ് നടന്നാൽ 1.8 ഇയേഴ്സ് നമ്മൾ ഗെയിൻ ചെയ്യുന്നുണ്ട്. അതേസമയം ഇഫ് യു വാക്ക് മോർ ദാൻ 450 മിനിറ്റ്സ് എ വീക്ക് യു ഗെയിൻ 4.5 ഇയേഴ്സ് ലൈഫിൽ കിട്ടും എന്നാണ് കണക്കുകൾ കാണിക്കുന്നത്. അതുപോലെ നമ്മുടെ അട്രീഷൻ, നമ്മുടെ ഡിസബിലിറ്റിയിലേക്ക് പോകാനുള്ള ചാൻസസും ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഇതെല്ലാം കൊണ്ട് തന്നെ നമ്മൾ ലൈഫ് സ്പാൻ വേഴ്സസ് ഹെൽത്ത് സ്പാൻ, അതായത് നമ്മൾ ജീവിച്ചിരിക്കുന്നതിൽ എത്ര കാലം നമ്മൾ ഹെൽത്തി ആയിട്ട് ജീവിച്ചു എന്നുള്ളതിനെ ഒരു മെട്രിക്കാണ് ഹെൽത്ത് സ്പാൻ എന്ന് പറയുന്നത്. നമ്മുടെ ഈ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് കൊണ്ട് നമുക്ക് നമ്മുടെ ഹെൽത്ത് സ്പാൻ കൂടാൻ പറ്റും. ടൈം സ്പെൻഡ് ഓൺ ഡിസബിലിറ്റി ക്യാൻ ബി റെഡ്യൂസ്ഡ്. ഇൻ സമ്മറി, 150 minutes of exercise per week, which is 230 to 300 in South Asians. 2 days of strength training ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. നമ്മൾ വളരെ ക്വിക്കായിട്ട് നമ്മൾ ഡയറ്റിലേക്ക് പോകാം. ഇതാണ് നമ്മുടെ ക്ലാസിക് സൗത്ത് ഏഷ്യൻ ഡയറ്റ്. നമുക്ക് കാണാൻ പറ്റും തീറ്റ മഹോത്സവമാണ് പല പ്രോഗ്രാംസുകളും. അതും കൂടുതലും വളരെ കാർബോഹൈഡ്രേറ്റ് റിച്ച് ഫുഡാണ് നമ്മൾ കഴിക്കുന്നത്. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നത്, ഞാൻ കുറച്ച് ഫാസ്റ്റായിട്ട് പോവാണ്, സമയത്തിൻ്റെ പ്രശ്നമുള്ളതുകൊണ്ട് പലതരം ഡയറ്റുകൾ നമുക്ക് റെക്കമെൻഡ് ചെയ്യാൻ പറ്റും. നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്ന ഫുഡ് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കഴിക്കുന്നതിൻ്റെ പകുതിയും നോൺ സ്റ്റാർച്ചി വെജിറ്റബിൾസ് ആണ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഹൈ ക്വാളിറ്റി പ്രോട്ടീൻസ്, പ്ലാന്റ് പ്രോട്ടീൻസ് ആണ് കൂടുതലും റെക്കമെൻഡ് ചെയ്യുന്നത്. അവോയ്ഡ് ചെയ്യേണ്ടത് അൾട്രാ പ്രോസസ്ഡ് മീറ്റും ഷുഗറി ആയിട്ടുള്ള കാര്യങ്ങളും നമ്മൾ കഴിയുന്നതും ഒഴിവാക്കാൻ ശ്രമിക്കുക. അങ്ങനെ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. സ്ലീപ്പ് വേറൊരു നമ്മൾ മറന്നു പോകുന്നൊരു കാര്യമാണ്. ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും
സ്ലീപ്പ് ഒരു മനുഷ്യന് ആവശ്യമുണ്ട്. അത് കുറഞ്ഞാലും പ്രശ്നമാണ്, കൂടിയാലും പ്രശ്നമാണ്. അപ്പോൾ ഒരു ദിവസം 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങാനായിട്ട് മാറ്റിവെക്കണം. പിന്നെ നമ്മൾ ഹൈ റിസ്ക് ആണെന്ന് കാണുകയാണെങ്കിൽ നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ് ഈ സ്റ്റാറ്റിൻ ട്രീറ്റ്മെൻറ്റ്. ഈ സ്റ്റാറ്റിൻ ട്രീറ്റ്മെൻറ്റ് ഒരു ഗുളികകളുടെ ഒരു വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ റെഡ്യൂസ് ദ റിസ്ക് സിഗ്നിഫിക്കൻ്റ്ലി. ഒരു 30-40% നമ്മുടെ റിസ്ക് കുറയ്ക്കാൻ പറ്റും. നമ്മുടെ സ്യൂഡോ സയൻറ്റിസ്റ്റുകൾ ഇൻ്റർനെറ്റിലെ ഒക്കെ ഒരു വേട്ടമൃഗമാണ്. ഒരുപാട് കോൺസ്പിറസി തിയറികൾ ഈ സ്റ്റാറ്റിൻ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ചുണ്ട്. പക്ഷേ ഇത് ആക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ പ്ലാക്കിനെ സ്റ്റെബിലൈസ് ചെയ്യുകയാണ് ചെയ്യാതെ. അതായത് ഈ പ്ലാക്ക് റപ്ചറിനുള്ള ചാൻസ് കുറച്ചിട്ട് പ്ലാക്ക് സ്റ്റെബിലൈസേഷനാണ് അതിൻ്റെ മെയിൻ മെക്കാനിസം. കൊളസ്ട്രോൾ കുറയ്ക്കുന്നതും അതിൻ്റെ ഒരു ആക്ഷനാണ്. പക്ഷേ ഈ പ്രധാനമായിട്ടും അത് ഈ ഹാർട്ട് അറ്റാക്കും സ്ട്രോക്കും കുറയ്ക്കുന്നത് ഈ പ്ലാക്ക് സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്ന ഒരു മെക്കാനിസം വഴിയാണ്. Again, the message is catch them young. You have to start it very early in life, all the lifestyle modification. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നമ്മുടെ ആഹാരം ക്രമീകരിക്കുക, റെഗുലറായിട്ട് എക്സസൈസ് ചെയ്യുക, സ്മോക്കിംഗ് കുറയ്ക്കുക, നമ്മുടെ റിസ്ക് ഫാക്ടേഴ്സ് കൺട്രോൾ ചെയ്യുക, ഉറക്കം, സ്ലീപ്പ്, സ്ട്രെസ്സ് കുറയ്ക്കുക, മരുന്നുകൾ, സ്റ്റാറ്റിൻ ട്രീറ്റ്മെൻറ്റ് നമ്മുടെ റിസ്ക് കൂടുതലാണെങ്കിൽ. അപ്പോൾ സമ്മറൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഹാർട്ട് ഡിസീസ് ഒരു മേജർ പബ്ലിക് ഹെൽത്ത് പ്രോബ്ലമാണ്. സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ അത് വളരെ കമ്പയർഡ് ടു അതർ പോപ്പുലേഷൻ അതിൻ്റെ ഇൻസിഡൻസ് കൂടുതലാണ്. നമ്മുടെ സൗത്ത് ഏഷ്യൻ എത്നിസിറ്റി റിസ്ക് എൻഹാൻസറാണ്. 90% കേസുകളിലും കൺവെൻഷനലായിട്ടുള്ള റിസ്ക് ഫാക്ടേഴ്സ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്. അതിനെ കൺട്രോൾ ചെയ്താൽ നമുക്കിത് കുറയ്ക്കാൻ പറ്റും. പിന്നെ നമ്മൾ ഈ കീ അല്ലെങ്കിൽ ക്രക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം ഇത് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട്. പക്ഷേ ബെറ്റർ ലേറ്റ് ദാൻ നെവർ എന്ന് പറഞ്ഞാൽ എപ്പോഴാണെങ്കിലും നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബെനിഫിറ്റ് കിട്ടും. പക്ഷേ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് അതിൻ്റെ മാക്സിമം ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ഇതാണ് അമേരിക്കൻ ഹാർട്ട് അസോസിയേഷൻ്റെ ലൈഫ്സ് എസെൻഷ്യൽ 8 എന്ന് പറയുന്ന ആ ഒരു ലോഗോ. ഹെൽത്തി ഡയറ്റ്, എക്സസൈസ്, ഡയബറ്റീസ് കൺട്രോൾ, ഐഡിയൽ ബോഡി വെയ്റ്റ്, managing lipids, blood pressure management, smoking, and sleep, adequate sleep. അപ്പോൾ ഇതാണ് എൻ്റെ ലാസ്റ്റ് സ്ലൈഡ്. And once again, thank you Essence for this opportunity. എനിക്ക് കുറച്ച് സ്പീഡപ്പ് ചെയ്യേണ്ടി വന്നു. എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ I'll be happy to answer. Hi, in addition to a healthy lifestyle, what supplements could be helpful or beneficial? It's a good question. Most of the supplements are useless, except vitamin D and vitamin B12, which we are actually kind of deficient in vitamin D, and vitamin B12 also can be deficient, especially if your diet is predominantly vegetarian. Most of the other supplements are either they are very expensive, they are not useful, and some of them are even harmful, especially the omega-3 supplements. I mean, once they are considered very good for health, but supplements which come in pill form, the omega-3 supplements are found to be associated with higher risk of some health conditions. So we usually don't recommend any supplements other than vitamin B12 and vitamin D, unless they have some specific deficiencies. A balanced diet is enough. ഞാൻ ചോദിക്കാൻ വന്നത് ഇതിനകത്ത് ഒരു ലൈൻ വിട്ടുപോയിട്ടില്ലേ? നമ്മുടെ ഡയബറ്റീസിനെ സംബന്ധിച്ചോളം എവിടെയാണ് ഈ നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്നതെന്നുള്ളത്. കാരണം അതും ഒരു കൺഫ്യൂഷനുണ്ട്. ഏഷ്യൻസിന് 140 വരെയൊക്കെ നോർമലാണ്, അവർക്ക് മെഡിസിനൊന്നും കഴിക്കേണ്ട ആവശ്യമില്ലെന്നും. ടൈപ്പ് 2 ഡയബറ്റീസ് മറ്റുള്ളവർക്ക് വേറെ രീതിയാണെന്നത്. പിന്നെ ഇത് ഫാർമസിയുടെ ഒരു കളിയാണെന്നൊക്കെയുള്ളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും അണ്ടർസ്റ്റാൻഡിങ്ങും ഒക്കെ ഉണ്ട് അതിനകത്ത്. അപ്പോൾ ഞങ്ങളൊക്കെ ഒരു 140 ഒക്കെ ആകുമ്പോഴത്തേക്ക് കൂടിപ്പോയെന്നുള്ളൊരു ഭയമുണ്ട്. ഇവിടെ വരുമ്പോൾ ഒരു 8 കാണിക്കുകയാണെങ്കിൽ ഇവിടെ 7-8 എന്നൊക്കെയാണല്ലോ ഉള്ളത്. അപ്പോൾ അതിനെ പറ്റിയൊന്നും ഡോക്ടർ പറഞ്ഞു കേട്ടില്ല. സിമിലർലി അനദർ പോയിന്റ്, ഇത് കാർഡിയോയുടെ കാര്യത്തിൽ ഞാൻ ഈ റീസെൻ്റ്ലി ഒരു വീഡിയോ കാണുകയുണ്ടായി. എൻ്റെ മകനും ബാഡ്മിൻ്റൺ കളിക്കാനൊക്കെ പോയിട്ട് ഒരുപാട് കപ്പൊക്കെ വീട്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. അപ്പോൾ അവന് 40 ക്രോസ് ചെയ്ത ആളാണ്. അപ്പോൾ ഞാൻ പറയാറുണ്ട് ഡബിൾസേ കളിക്കാവുള്ളൂ, സിംഗിൾസിൽ കൂടുതൽ സ്പിരിറ്റ് വന്നിട്ട് പലരും കൊളാപ്സ് ആകുന്നതായിട്ടൊക്കെ കേട്ടു. ഞാൻ അവനെ അഡ്വൈസ് ചെയ്യാറുണ്ട്. പക്ഷേ റീസെൻ്റ്ലി ഞാൻ ഒരെണ്ണം കണ്ട് ഡബിൾസ് കളിച്ചുകൊണ്ടിരുന്ന ഒരു 30-40 റേഞ്ചിലുള്ള പയ്യനാണ്. നല്ല സ്ലിമ്മാണ് ആൾ.
ആ ഒരു ഓഫീസോ കാര്യങ്ങളോ ഒന്നുള്ള ആളല്ല, എക്സസൈസ് ചെയ്യുന്ന ആളാണല്ലോ കളിക്കുന്ന ആളെന്നും. അവർ കളിച്ചുകൊണ്ടിരുന്നിട്ട് ആ ഗ്രൗണ്ടിൽ തന്നെ വീഴുക, അവിടെ കൊളാപ്സ് ആകുകയാണ്, ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ ആ ഒരു ഏജിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ആ പയ്യൻ ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ സഫീഷ്യൻ്റ് എക്സസൈസ് ഉണ്ട്, പ്രായമില്ല, കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിൽ തന്നെ അപ്പം തന്നെ വീണ് മരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ ഒന്നും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. എത്രയും നമ്മൾ കേട്ടെങ്കിലും അതിലൊന്നും ആ പയ്യൻ ഫിറ്റ് ആവുന്നില്ല എൻ്റെ നോട്ടത്തിൽ. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഈ ഡയബറ്റീസ് ഉള്ള ആൾക്കും ഡയബറ്റീസ് ഇല്ലാത്ത ആൾക്കും ഈ നമ്മുടെ ഗ്ലൂക്കോസ് ലെവൽസും അതുമാതിരി റിസ്ക് ഫാക്ടർ മോഡിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ഒക്കെ കുറച്ച് ഡിഫറെൻറ്റ്. ഡയബറ്റീസ് ഉള്ള ആളിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന ആളുടെ നമ്മുടെ പ്രയോറിറ്റി അവരുടെ ഗ്ലൂക്കോസ് ലെവൽസ് ഒരുപാട് കുറഞ്ഞിട്ട് ഹൈപ്പോഗ്ലൈസീമിയ, അതുകൊണ്ട് അവർക്ക് ഈ HbA1c കുറച്ചും കൂടെ ഒരു 7-8 ആ ലെവലൊക്കെ അക്സെപ്റ്റബിളാണ്. അതേസമയം അസുഖമൊന്നും ഇല്ലാത്ത ഒരാൾ, ഈ പ്രീ ഡയബറ്റിക് ഉള്ള ഒരാൾക്ക്, എനിക്കറിയാം കുറച്ച് ഫാസ്റ്റായി പോയെന്നുള്ളത്, നമുക്ക് കാണാൻ പറ്റും ഈ സൗത്ത് ഏഷ്യൻ പോപ്പുലേഷനിൽ പ്രോഗ്രഷൻ വളരെ ഫാസ്റ്റാണ് ഡയബറ്റീസ്, പ്രീ ഡയബറ്റിക് ടു ഡയബറ്റിക്. മാത്രമല്ല പ്രീ ഡയബറ്റിക് ഉള്ള ആളുകളിലും ഈ കാർഡിയോവാസ്കുലർ റിസ്ക് കൂടുതലായിട്ടാണ് ഈ ഒബ്സർവേഷണൽ സ്റ്റഡീസിലൊക്കെ കാണിക്കുക. അതുകൊണ്ടാണ് ഈ റെക്കമെൻഡേഷൻസ് ടൈറ്ററായിട്ട് വരുന്നത്. അതിൽ ഈ കോൺസ്പിറസി തിയറി ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമുക്കിപ്പോൾ ഈ പിയർ റിവ്യൂഡ് ജേർണൽസിൽ വരുന്നത് വിശ്വസിക്കാനേ പറ്റുള്ളൂ. എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടെങ്കിൽ പിന്നീട് അത് തിരുത്തപ്പെടാറുണ്ട്. പക്ഷേ ഇതുവരെ അങ്ങനെ ഒരു തിരുത്ത് വന്നതായിട്ട് എനിക്കറിയില്ല. അതായത് ഈ പ്രീ ഡയബറ്റിക് ഉള്ള ആൾക്കാർക്ക് അഗ്രസീവായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണം എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് മാറി അത് തെറ്റായിരുന്നു എന്ന് കാണിക്കുന്നത് എവിടെയും കണ്ടിട്ടില്ല. പിന്നെ ബാഡ്മിൻ്റൻ്റെ കാര്യം, അതൊരു കോമൺ ഒബ്സർവേഷനാണ്. നമ്മൾ നാട്ടിലും ഒരുപാട് ഈ റാക്കറ്റ് സ്പോർട്സ്, പ്രത്യേകിച്ച് നമ്മളൊരു കുറച്ച് പ്രായമുള്ള ഒരാൾ നമ്മൾ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഈ റാക്കറ്റ് സ്പോർട്സ് കുറച്ചൊരു റിസ്ക് തന്നെയാണ്. അതായത് അതിൻ്റെ ആ വേരിയേഷൻസ്, നമ്മുടെ എഫർട്ടിൽ വരുന്ന സഡൻ വേരിയേഷൻസ് ആണ് ഒരു കാരണമായിട്ട് പറയുന്നത്. പിന്നെ ഞാൻ പറഞ്ഞതിലൊരു എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ സോഫ്റ്റ് പ്ലാക്ക് എന്ന് പറയും. അതായത് നമ്മുടെ പ്ലാക്ക്, ഈ ഞാൻ കാണിച്ച പിക്ചറുള്ള പ്ലാക്കുകൾ, അതിൽ റപ്ചർ ചെയ്യുന്ന പ്ലാക്കുകൾ പലപ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള പ്ലാക്കുകൾ, അതായത് 50% പോലും ഒക്ലൂഷൻ ഉണ്ടാവില്ല. അതായത് ഈ രക്തോട്ടത്തിനെ തടസ്സപ്പെടുത്താതെ വളരെ ചെറിയ രീതിയിലുള്ളൊരു പ്ലാക്കായിരിക്കും. പക്ഷേ അതിൻ്റെ കവറിങ് വളരെ എന്താ പറയുക, വളരെ തിന്നായിരിക്കും. ഈ പ്ലാക്ക് റപ്ചർ ചെയ്യുമ്പോഴാണ് ഈ ഹാർട്ട് അറ്റാക്കും സഡൻ ഡെത്തും ഒക്കെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ പറയുന്നത്, ലക്ഷണങ്ങളൊന്നും ഇല്ലാത്ത ഒരാൾ പോയി ഒരു ടെസ്റ്റ് ചെയ്തു, അവരുടെ ഒരുപാട് ബ്ലോക്കുകളുണ്ട്, അവർ പോയിട്ടൊരു ബൈപ്പാസ് സർജറിയോ അല്ലെങ്കിൽ അവരൊരു ആൻജിയോപ്ലാസ്റ്റി ചെയ്താലും ഒരു ഹാർട്ട് അറ്റാക്ക് വരാനോ അല്ലെങ്കിൽ സഡൻ ഡെത്തിനുള്ള റിസ്ക് മാറുന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹാർട്ട് അറ്റാക്കും സഡൻ ഡെത്തും വരുന്നത് ഈ സോഫ്റ്റ് പ്ലാക്ക് റപ്ചർ ചെയ്യുമ്പോഴാണ്. ആ സോഫ്റ്റ് പ്ലാക്കുകളെ ആരും ആൻജിയോപ്ലാസ്റ്റിയോ അല്ലെങ്കിൽ ബൈപ്പാസോ ചെയ്യില്ല. 70% കൂടുതൽ 70-80% തടസ്സമുള്ള ബ്ലോക്കുകൾ മാത്രമേ ഈ ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് സർജറി കൊണ്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഈ 50-40%-ത്തിനൊന്നും നമ്മൾ എന്താ പറയുക, അതിനൊന്നും ഈ ബൈപ്പാസ് സർജറി ആൻജിയോപ്ലാസ്റ്റിയോ ചെയ്യില്ല. ഒന്നാമത്തെ കാര്യം, ദേ ആർ ഈ അങ്ങനത്തെ അല്ലെങ്കിൽ നോൺ ഒക്ലൂസീവ് അല്ലെങ്കിൽ അങ്ങനത്തെ പ്ലാക്ക് റപ്ചർ ചെയ്യുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് ആണ്. അതുകൊണ്ടാണ് ഈ സ്റ്റാറ്റിൻ ട്രീറ്റ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് അവിടെയാണ്. ഈ വൾണറബിൾ ആയിട്ടുള്ള പ്ലാക്സിനെ അത് സ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ടാണ് ഈ ഹെൽപ്ഫുൾ ആകുന്നത്. പിന്നെ ഈ ചെറുപ്പക്കാരുടെ പ്രശ്നം, ആരും ഇതൊന്നും ചെക്ക് ചെയ്യുന്നില്ല. ഒന്നാമത്തെ കാര്യം, എത്ര പേര് നമ്മുടെ പോപ്പുലേഷനിൽ അവർ റെഗുലറായിട്ട് അവരുടെ റിസ്ക് ഫാക്ടേഴ്സ് ചെക്ക് ചെയ്യുന്നുണ്ട്. അവരുടെ ഈ പറഞ്ഞ മാതിരി ലൈപ്പോപ്രോട്ടീൻ ലിറ്റിൽ എന്ന് പറയുന്ന സാധനം പലർക്കും അതിനെക്കുറിച്ച് അറിവ് പോലും ഇല്ല. അപ്പോൾ അതൊക്കെ ടെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് അതെല്ലാം റിസ്ക് കൂടുതലുണ്ടെങ്കിലും നമ്മൾ നേരത്തെ തന്നെ ഈ സ്റ്റാറ്റിൻ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് ഒരുപാട് കുറയ്ക്കാൻ പറ്റും. ഈ ബാഡ്മിൻ്റനും ഈ റാക്കറ്റ് സ്പോർട്സുമായിട്ടുള്ള അസോസിയേഷൻ അതൊരു കോമൺ ഒബ്സർവേഷനാണ്. ഈവൻ ദോ അതിനൊരു സയൻറ്റിഫിക്കലി ഒരു സ്റ്റഡീസൊന്നും ഇതുവരെ വന്നിട്ടില്ലെങ്കിലും അത് ഒരു വളരെ കോമൺ ആയിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു ഒബ്സർവേഷനാണത്.